Hi all. So നമ്മൾ ഈ ഫിഫ്ത്ത് മോഡ്യൂളിൽ ഇത്ര നേരം നമ്മൾ പഠിച്ചത് കൈനമാറ്റിക്സ് ആയിരുന്നു. കൈനമാറ്റിക്സിൽ എങ്ങനെയായിരുന്നു? വി ആർ നോട്ട് കൺസിഡറിങ് ദ ഫോഴ്സ് ദാറ്റ് ഇസ് കോസിങ് ദ മോഷൻ. ഇനി കൈനറ്റിക്സിൽ ഹിയർ വി ആർ കൺസിഡറിങ് ദ ഫോഴ്സസ് ദാറ്റ് ആർ കോസിങ് ദ മോഷൻ ഓഫ് ദ ബോഡി. സോ നമ്മളിപ്പോൾ നമുക്കറിയാം ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ റൊട്ടേഷൻ മോഷനാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ റൊട്ടേഷൻ അണ്ടർ കോൺസ്റ്റൻറ്റ് മൊമെൻറ്റ്. സോ മൊമെൻ്റ് എന്ന് ഉദ്ദേശിച്ച് നമുക്കറിയാം ടേണിങ് എഫക്റ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഈ മൊമെൻ്റ് എന്ന് പറയുന്നത്. സോ ഒരു ബോഡിയിൽ എവിടെയാണ് ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ഈ ഫോഴ്സ് ഈ ബോഡിയിൽ ഒരു ടേണിങ് മൊമെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ടേണിങ് മൊമെൻറ്റ് ഇസ് കോൾഡ് ടോർക്ക്. ഇപ്പോൾ ഇതൊരു ഈ ഒരു പോയിന്റിന് ഇമ്പോർട്ടായിട്ട് ആക്സിസിന് ഇമ്പോർട്ടായിട്ട് ഇങ്ങനെ ഒരു ഫോഴ്സ് നമ്മൾ കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ ഒരു ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോളം ടേണിങ് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ആണ്. ദാറ്റ് ഇസ് എഫ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എന്താണെന്ന് ചെയ്താൽ മതി. ഓക്കെ, സോ ടോർക്ക് ഇസ് എ ടേണിങ് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് ഓൺ ദ ബോഡി ഓൺ വിച്ച് ഇറ്റ് ആക്ട്സ്. ഇനി നമുക്ക് ഈ ടോർക്കിനൊരു എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. ഡെറിവേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ബോഡി സെലക്ട് ചെയ്തു, ഒരു മാസമുള്ള ഒരു ബോഡി സെലക്ട് ചെയ്തു, അതിന് കുഞ്ഞ് സ്മോൾ പാർട്ടിക്കിൾസ്, ചെറിയ മാസമുള്ള കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ് ഡിവൈഡ് ചെയ്യാൻ. കുഞ്ഞു മാസ് കണ്ടോ, മാസ് 1 M1, ഇത്തരം പോർഷൻ M2 അങ്ങനെ സെലക്ട് ചെയ്തു. ഈ ഒരു മാസിൻ്റെ പ്രത്യേകത ഏത് ആക്സിസിനെ ബോട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ആക്സിസിൽ നിന്ന് ഈ മാസ് ഒരു ഡിസ്റ്റൻസ് R1 R2 എന്ന് മാർക്ക് ചെയ്യണം. ഫൈൻ, അങ്ങനെയാണെങ്കിൽ തന്നെ ടോർക്ക് ഇസ് ഈക്വൽ ടു, ഡെറിവേഷൻ ഡീറ്റെയിൽ പഠിക്കാനില്ല, ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു, ആൽഫ മീൻസ് ആംഗുലർ ആക്സലറേഷൻ, ആൽഫ ഇൻറ്റു സിഗ്മ M1 R1 സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ M R സ്ക്വയർ എന്നാണ് ഇക്വേഷൻ വരുന്നത്. നമുക്കറിയാം ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എന്ന് പറയുകയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ലായിരുന്നു. സിമിലർ നമ്മൾ ഒരു ടേം കൂടി പഠിച്ചായിരുന്നു. In the case of rotation motion of a body, we have mass moment of inertia, that is integral x square or any distance square dm. Okay, അപ്പോൾ മാസ് ഇൻറ്റു ഒരു ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്താണ്? മാസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. സോ ഒരു മാസ് ഇൻറ്റു ഒരു ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ? സോ അത് എന്തായിരിക്കും? ഇതൊരു മാസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്. ആ ഒരു ബോഡിയുടെ ഏത് ആക്സിസിനെ ബോട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ഒരു ആക്സിസിനെ ബോട്ടായിട്ടുള്ള മാസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ് സിഗ്മ M1 R1 സ്ക്വയർ. സോ ഹിയർ T is equal to I into alpha. So here I is equal to mass moment of inertia of the body about the axis of rotation. Then alpha is the angular acceleration, T is the torque. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കാം. പിന്നെ നമുക്ക് കൈനറ്റിക്സ്, ലീനിയർ മോഷൻ റൊട്ടേഷൻ മോഷൻ്റെയും കേസിൽ നമ്മൾ ഫോഴ്സസും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റിലേഷൻസും കാര്യങ്ങളും പഠിക്കാനായിട്ടുണ്ട്. അപ്പം നമുക്കത് ജസ്റ്റ് കോറിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇൻ ദ കേസ് ഓഫ് ലീനിയർ മോഷൻ വി നോ ദാറ്റ് എന്താണ്, ഈ ഒരു ലീനിയർ മോഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ബോഡി കൊടുക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഇനേഷ്യ, ലീനിയർ ഇനേഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി ബോഡിയുടെ മാസ് എന്ന് പറയുന്നത്, ഇൻഡിക്കേറ്റർ ആണ്. സോ സിമിലർ റൊട്ടേഷൻ മോഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു ബോഡി കൊടുക്കുന്ന റെസിസ്റ്റൻസിന് നമ്മൾ മെഷർ ചെയ്യുന്ന മാസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ബേസ് ചെയ്തിട്ടാണ്. ദെൻ ലീനിയർ മോഷൻ നമ്മൾ ഫോഴ്സ് പറയും, റൊട്ടേഷൻ മോഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ടോർക്ക് ആണ്. ദെൻ ഫോഴ്സ് ഇക്വേഷൻ F is equal to ma ആണെങ്കിൽ ടോർക്ക് ഇക്വേഷൻ T is equal to I ആൽഫയാണ്. I ആൽഫ കണ്ട് എമ്മിൻ്റെ പ്ലേസിൽ I വരും, എയുടെ പ്ലേസിൽ ആൽഫ വരും. ദെൻ ലീനിയർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ലീനിയർ മൊമെൻറ്റം. സിമിലർലി ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? മാസിന് വരെ ഇവിടെ I അല്ലേ, സോ I ഇൻറ്റു എന്ത് വരും? ഒമേഗ വരും, ആംഗുലർ വെലോസിറ്റി വരും. ദെൻ ലീനിയർ കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ നമുക്കറിയാം. സിമിലർലി rotational kinetic energy is equal to half into I omega square. Then work done is equal to force into displacement in the case of linear motion. In the case of rotational motion, this work done is equal to torque into angular displacement. So നമുക്കത് നോട്ടിലേക്ക് എഴുതി പഠിക്കാനായിട്ടുള്ളതാണ്. സോ ഈ രണ്ട് സ്ലൈഡ്സും നിങ്ങൾ നോട്ടിലേക്ക് എഴുതാം. ഓക്കെ, the next problem, a flywheel weighing 50 kilonewton and having a radius of gyration. So radius of gyration എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ ഒരു റിലേഷൻ പഠിപ്പിച്ചു തന്നായിരുന്നു. ഒരു മാസമുള്ള ഒരു ബോഡി ആണെങ്കിൽ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷൻ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് കെ എന്ന് പറഞ്ഞ ടേമാണ് ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ. എം എന്ന് പറഞ്ഞാൽ ബോഡിയുടെ മാസാണ്, ഐ മീൻസ് മാസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആണ്.
സോ ഈ കേസിൽ ഫ്ലൈ വീലിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ദാറ്റ് ഇസ് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ വി നോ ദ വാല്യൂ ഓഫ് കെ. So this flywheel loses its speed from 400 rpm to 280 rpm in 2 minutes. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്ലൈ വീൽ എന്ത് പറ്റി, 400 rpmത്തിൽ നിന്ന് 280 rpmത്തിലേക്ക് കുറഞ്ഞു. എത്ര മിനിറ്റിനുള്ളിലാണ്? 2 മിനിറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്കറിയാം ഇത് RPMലാണ് തന്നേക്കുന്നത്. സോ നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? നമുക്ക് എന്തായാലും റേഡിയൻ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ ആദ്യമേ തന്നെ ഇവരെ കൺവേർഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. 2πn/60 എന്നുള്ള റിലേഷൻ യൂസ് ചെയ്ത് ഒമേഗ 0യും ഒമേഗ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് t is equal to 2 minutes അല്ലേ. സോ 2 minutes എന്ന് കണ്ടു കഴിഞ്ഞാൽ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. is equal to 2 into 60. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 seconds അല്ലേ. സോ 2 minutes എന്ന് പറയുമ്പോൾ 2 into 60 seconds, that is 120 seconds ആണ്. കാൽക്കുലേറ്റ്, നമുക്ക് 3 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഫസ്റ്റ് വൺ, ദ റീടാർഡിംഗ് ടോർക്ക് ആക്ടിങ് ഓൺ ഇറ്റ്. ടോർക്ക് എന്ന് പറയുമ്പോൾ ഓർത്തോളം, സോ ക്യാപിറ്റൽ ടി ആണ്. സോ ക്യാപിറ്റൽ ടി എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം ടി ഇസ് ഈക്വൽ ഇക്വേഷൻ എന്താണ്? ടി ഇസ് ഈക്വൽ ടു നമ്മൾ ആദ്യമേ പഠിച്ചില്ലായിരുന്നു, എന്തായിരുന്നു? I into alpha എന്നാണ്. I into alpha എന്നാണ് ഇക്വേഷൻ. സോ എന്നിട്ട് ആൽഫ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, I കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നോക്കാൻ നേരത്തെ നമുക്ക് ഒമേഗ 0 അറിയാം, ഒമേഗ അറിയാം, ടി അറിയാം. സോ ആൽഫ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ 0 പ്ലസ് ആൽഫ ടി യൂസ് ചെയ്യുക. നമുക്ക് ഈ ബാക്കി വാല്യൂസ് എല്ലാം അറിയാം. നമുക്ക് ഈ ആൽഫ, ഓക്കെ, ആൽഫ ആംഗുലർ ആക്സിലറേഷൻ ആണ്, റിട്ടേണിംഗ് ടോർക്ക് അല്ല കണ്ടുപിടിച്ചേക്കുന്ന, ആംഗുലർ ആക്സിലറേഷൻ എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്കറിയാം ഈ ഒരു ഫ്ലൈ വീലിൻ്റെ വെയിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഫ്ലൈ വീലിൻ്റെ വെയിറ്റ് നമുക്കറിയാം. സോ ക്വസ്റ്റ്യൻ ശരിക്കും നോക്കണം. നമുക്ക് ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ടി ആണ്, ടോർക്കാണ്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു I into ആൽഫ എന്നാണ്. സോ ആൽഫ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി I എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സോ ഐയുടെ റിലേഷൻ ഞാൻ നേരത്തെ എഴുതി തന്നായിരുന്നു. റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ I is equal to mk² എന്നാണ് ഇക്വേഷൻ. ഇനി സപ്പോസ് ഈ ഒരു പ്രോബ്ലത്തിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടില്ല, അതിന് പകരം ഈ ഒരു ഫ്ലൈ വീലിൻ്റെ റേഡിയസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ I is equal to mr² എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. അത് നമുക്കൊരു റിങ്, ആ ഒരു ഫ്ലൈ വീൽ നമുക്കൊരു റിങ് ഷേപ്പിലായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ റിങ്ങിൻ്റെ ആ ഒരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ എബോട്ട് ആയിട്ടുള്ള മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ mr² എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻസ് പഠിച്ചതിൽ. അത് ബേസിസിലാണ് നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി I കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഓർത്തോളം I is equal to mk² എന്നാണ് ഇക്വേഷൻ. കെയുടെ വാല്യൂ 1 ആണെന്ന് അറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമുക്ക് വെയിറ്റ് അറിയുള്ളൂ. ഇത് കിലോ ന്യൂട്ടണിലാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കാം. നമുക്കറിയാം വെയിറ്റ് ഇസ് ഈക്വൽ ടു എന്തിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് ആയിരുന്നു? വെയിറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് മാസ് അല്ലേ. സോ മാസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എപ്പോഴും ഓർത്തോളം മാസ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഇസ് ഈ ഒരു വാല്യൂ 9.81 ആണ്. സോ ഈ എമ്മിൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? ക്യാപിറ്റൽ W ഡിവൈഡഡ് ബൈ ജി. ക്യാപിറ്റൽ W ന്യൂട്ടണിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ജി നമ്മൾ 9.81 m/s² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ വാല്യൂ 1 ആണ്. സോ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. സോ കിലോഗ്രാം മീറ്റർ² എന്ന് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്ത റീടാർഡിംഗ് ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. റീടാർഡിംഗ് ടോർക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇസ് ഈക്വൽ ടു ടി ഇസ് ഈക്വൽ ടു I ആൽഫയാണ്. സോ വി നോ ദ വാല്യൂ ഓഫ് I ആൻഡ് വാല്യൂ ഓഫ് ആൽഫ. രണ്ട് വാല്യൂസ് അറിയാം. റീടാർഡിംഗ് ആയാൽ നമുക്കൊരു നെഗറ്റീവ് ആൻസർ ആണ് കിട്ടുന്നത്. ഓക്കെ, റീടാർഡിംഗ് ടോർക്ക് എന്ന് പ്രത്യേകിച്ച് എഴുതിയേക്കുന്ന കാരണമാണ് നെഗറ്റീവ് ഇടാത്തത്. അല്ലെങ്കിൽ ടോർക്ക് ഇസ് ഈക്വൽ ടു എന്ന് മാത്രം എഴുതുവാണെങ്കിൽ നെഗറ്റീവ് ഇട്ടോളൂ. റീടാർഡിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഓൾറെഡി നമുക്ക് റീടാർഡിംഗ് ആണെന്ന് അറിയാലോ, അതുകൊണ്ടാണ് നെഗറ്റീവ് അവർ ഇടാത്തത്. നിങ്ങൾക്ക് ഇട്ടിട്ട് ചെയ്താലും ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സെക്കൻഡ് പാർട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡ്യൂറിങ് ദ എബോവ് പീരീഡ്. സോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ലീനിയർ മോഷൻ ആണെങ്കിൽ എന്തായിരുന്നു? ഹാഫ് mv² എന്നല്ലായിരുന്നു ഇക്വേഷൻ. ഹാഫ് mv² എന്നാണ് ഇക്വേഷൻ. ഇനി അത് ആംഗുലർ മോഷൻ ആണെങ്കിൽ ഹാഫ് ഇൻറ്റു I omega² എന്ന ഇക്വേഷൻ. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി ചെയ്താൽ മതി. ഓക്കെ, നമുക്കറിയാം സ്റ്റാർട്ടിങ്ങിലാണ് എന്തായാലും അതിൻ്റെ വെലോസിറ്റി കൂടുതലായിട്ടുള്ളത്. സോ ഈ രീതി നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് I ഒമേഗ 0 ഒമേഗ എല്ലാം അറിയാവുന്ന വാല്യൂസ് ആണ്, തൊട്ടുമ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. എല്ലാം റേഡിയൻ പെർ സെക്കൻഡിലേക്കാണെന്ന് ചെക്ക് ചെയ്യുക.
ഐയുടെ വാല്യൂ കിലോഗ്രാം മീറ്റർ സ്ക്വയറിലാണെന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈൻഡ് ദ ആൻസർ. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. സോ അതിൻ്റെ യൂണിറ്റ് ഇടുമ്പോൾ ന്യൂട്ടൺ മീറ്റർ എന്ന് വേണം ഇടാനായിട്ട്. ദെൻ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം. ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി ആയിരുന്നു ഇൻ ദ കേസ് ഓഫ് ലീനിയർ മോഷൻ. സോ ആംഗുലാർ മോഷൻ്റെ കേസിൽ അതെന്ത് വരും? ഐ ഇൻറ്റു ഒമേഗ എന്നാണ് വരുന്നത്. സോ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ ആംഗുലാർ മൊമെൻറ്റം മൈനസ് ഫൈനൽ ആംഗുലാർ മൊമെൻറ്റം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. പൈ കോമൺ ആണ്, ടേക്ക് ഔട്ട് സൈഡ്. ബാക്കി എല്ലാ വാല്യൂസ് അറിയാം, ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ തേർഡ് കേസിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണോ എന്നിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റീറ്റാർഡിങ് ടോർക്കാണ്. അപ്പോൾ അതിനോട് നമ്മൾ എന്ത് ചെയ്തു? ആൽഫ തന്നിക്കുന്ന ക്ലൂ ω0 ω2 ഒക്കെ യൂസ് ചെയ്ത് ആൽഫ കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടുണ്ടായിരുന്നു. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടുണ്ട്, ഫ്ലൈ വീലാണ്. സോ I = mk² ഇക്വേഷൻ യൂസ് ചെയ്യാം. അതിനകത്ത് m എപ്പോഴും കിലോഗ്രാമിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, മാസ് ആണത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് വെയിറ്റ് ആണ്, അത് കിലോ ന്യൂട്ടൺ. സോ ആദ്യമേ തന്നെ കിലോ ന്യൂട്ടനെ ന്യൂട്ടണിലേക്ക് മാറ്റണം. ന്യൂട്ടണിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? ഈ വെയിറ്റിനെ മാസ് ആക്കാൻ വേണ്ടി /g എന്താണെന്ന് വെച്ചാൽ ചെയ്തോളണം. അതുകൊണ്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഐ. ദ റീറ്റാർഡിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോളം ഐ ആൽഫയാണ്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡ്യൂറിംഗ് ദ എബോവ് പീരീഡ് എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ഐ ω0² മൈനസ് ഹാഫ് ഇൻറ്റു ഐ ω² ആണ്. അപ്പോൾ എല്ലാ വാല്യൂസ് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ഐ ഒമേഗ എന്നാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ. സോ ഐ ω0 മൈനസ് ഐ ഒമേഗ എന്നാണ് ഇക്വേഷൻ. സോ അത് ബേസ് ചെയ്ത് നമുക്ക് 3 ആൻസേഴ്സ് കിട്ടും. ആ 3 ആൻസേഴ്സും ലാസ്റ്റ് നിങ്ങൾ ലിസ്റ്റ് ചെയ്തോളണം. ദ നെക്സ്റ്റ് പ്രോബ്ലം, എ പുള്ളി ഓഫ് വെയിറ്റ്. പുള്ളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും അതൊരു സർക്കുലർ ഡിസ്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളണം, ഫ്ലൈ വീലാണ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നത് ഒരു റിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആക്സിസിന് ഇമ്പോർട്ടൻ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി അതിന് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, മാസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ mr² എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇനി പുള്ളിയാണ്, പുള്ളിയുടെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ സപ്പോസ് നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിട്ടില്ല, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിച്ചോളണം, ഈ ഒരു പുള്ളിയുടെ കേസിൽ അതൊരു കംപ്ലീറ്റ് ഉള്ള ഫുൾ മാസ് ആണ് അല്ലേ. സോ അതൊരു തിൻ സർക്കുലർ ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ സർക്കുലർ ഡിസ്കിൻ്റെ കേസിൽ ഈ ആക്സിസിന് ഇമ്പോർട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ = mr²/2 എന്നാണ്. r എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ റേഡിയസ് ആണ്, ഈ പുള്ളിയുടെ റേഡിയസ് വരും. m എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മാസ് ആയിരിക്കും. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. എ പുള്ളി ഓഫ് വെയിറ്റ് 400 ന്യൂട്ടൺ. നമുക്ക് വെയിറ്റ് സാധാരണ ക്വസ്റ്റ്യനിൽ ആവശ്യം വരാറില്ല, നമുക്ക് മാസ് ആണ് ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓക്കെ ഇത് ന്യൂട്ടണിലാണ്, മാസിലാക്കാൻ വേണ്ടി /9.81 ചെയ്താൽ മതി. അപ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടുകയാണ്. ഹാസ് എ റേഡിയസ് ഓഫ് 0.6 മീറ്റർ. ഓക്കെ, റേഡിയസ് r = 0.6 meters. A block of 600 Newton is suspended by a tight rope wound round the pulley. അതായത് ഇപ്പോൾ ഈ ഒരു പുള്ളിയുടെ ചുറ്റിനായിട്ട് ടൈറ്റായിട്ട് ഇവിടെ എന്താണ് ജസ്റ്റ് ഒരു റോപ്പ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. റോപ്പ് ഉണ്ട്, റോപ്പിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു വെയിറ്റ് സസ്പെൻഡ് ചെയ്ത് കിടക്കുവാണ്. ഡിറ്റർമിൻ ദ റിസൾട്ടൻറ്റ് ആക്സലറേഷൻ ഓഫ് ദ വെയിറ്റ് ആൻഡ് ടെൻഷൻ ഇൻ ദ റോപ്പ്. സോ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതിന് ഒരു ആക്സലറേഷൻ കാണും അല്ലേ, ഈ ബോഡി എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുന്ന? പുള്ളി അല്ലേ. സോ എന്തായാലും ആ ഒരു പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പുള്ളി ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യായിരിക്കും. ഓക്കെ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഈ ഒരു നമ്മുടെ റോപ്പ് താഴേക്ക് മൂവ് ചെയ്ത് വരും, ആ റോപ്പിൻ്റെ കൂടെയുള്ള വെയിറ്റ് താഴേക്ക് മൂവ് ചെയ്ത് വരും. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ വെയിറ്റിൻ്റെ ആക്സലറേഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഈ റോപ്പിലുള്ള ടെൻഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ തന്നെ ഓർത്തോണം, നമുക്ക് ചിലപ്പോൾ ന്യൂട്ടൺ സൈക്കിൾ ഓഫ് മോഷൻ യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ദാറ്റ് ഇസ് നെറ്റ് ഫോഴ്സ് ഇൻ എനി ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു m × a, where a is the acceleration in that direction. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബോഡി താഴേക്ക് മൂവ് ചെയ്യണം അല്ലേ. സോ ഈ ഒരു താഴേക്ക് ഈ ഒരു ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ നെറ്റ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ = മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ ഈ പ്രോബ്ലത്തിൽ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. അടുത്ത വീഡിയോ ഞാൻ ബാക്കി പറയാം. അപ്പോൾ ഇത്രയും കാര്യം നോട്ട് ചെയ്യുക കേട്ടോ, ഈ ഒരു ഫിഗറിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. സോ ഏതൊക്കെ ന്യൂട്ടൺ സൈക്കിൾ ഓഫ് മോഷൻ ഇവിടെ ആവശ്യമായിട്ട് വരും എന്നുള്ള കാര്യം വരെ നോട്ട് ചെയ്യും.